സംസ്ഥാനത്ത് 14 ദിവസമായി മുടങ്ങിക്കിടന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന സമരം ഇന്നലെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായുള്ള ചർച്ചയിൽ ഒത്തുതീർപ്പായതോടെയാണ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചത്. ചർച്ചയ്ക്ക് ശേഷം മന്ത്രി നിർദ്ദേശിച്ച ഇളവുകളുടെ അടിസ്ഥാനത്തിലാണ് ടെസ്റ്റുകൾ നടന്നത്. രണ്ടാഴ്ചയായി നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കും ടെസ്റ്റ് ബഹിഷ്കരണങ്ങൾക്കും ശേഷം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വീണ്ടും ഗ്രൗണ്ടിൽ സജീവമായി തുടങ്ങി. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർദ്ദേശിച്ച മാറ്റങ്ങളോടുകൂടി പുതിയ സർക്കുലർ ഇറങ്ങിയതിനു പിന്നാലെയാണ് ഈ മാസം 2-ാം തീയതി മുതൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം ആരംഭിച്ചത്. ടെസ്റ്റിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചതിനോടൊപ്പം സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിനെത്തിയവരെ പോലും യൂണിയനുകൾ ഗ്രൗണ്ടിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. തുടർന്ന് ഇന്നലെ യൂണിയനുകളുമായി മന്ത്രി ചർച്ച നടത്തുകയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നിർദ്ദേശിച്ച പ്രകാരം ചില ഇളവുകൾ സർക്കുലറിൽ വരുത്താമെന്ന് ഉറപ്പും നൽകി. തുടർന്നാണ് സമരം അവസാനിച്ച് ടെസ്റ്റുകൾ പുനരാരംഭിക്കാനായത്. വളരെ കുറച്ച് പേരാണ് വന്നത്. 10:30 വരെ സമയമുണ്ട് ഞങ്ങൾക്ക്. ആ 10:30ക്ക് മുമ്പ് കുറച്ചുപേരും കൂടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം ഇന്നലെ നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ അതിനനുസരിച്ചാണുള്ള ടെസ്റ്റാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഗ്രൗണ്ട് ടെസ്റ്റിനൊപ്പം ദിവസങ്ങളായി ലേണേഴ്സ് ടെസ്റ്റും നടത്താൻ കഴിഞ്ഞിരുന്നില്ല. മുടങ്ങിപ്പോയ ടെസ്റ്റുകൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.